ഓം സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ഭൂതനാഥ കരാവലംബ സ്തോത്രം. ഓംകാരൂപ ശബരീവരപീഠദീപ ശൃംഗാരരംഗരമണീയ കലാകലാപപ്രതാപ അംഗാരവർണ്ണ മണികണ്ഠ മഹത്പ്രതാപ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. നക്ഷത്രചാരുനഗരപ്രഭനിഷ്കളങ്ക നക്ഷത്രനാഥു മുഖ നിർമ്മല ചിത്തരംഗ കുക്ഷിസ്ഥലസ്ഥിത ചരാചരഭൂതസംഘ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. മന്ത്രാർത്ഥ തത്വനിഗമാർത്ഥ മഹാവരിഷ്ഠ യന്ത്രാദിതന്ത്ര വരവർണിത പുഷ്കലേഷ്ട സന്ദ്രാസിതാരി കുലപത്മസുഖോപവിഷ്ട ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ശിക്ഷാപരായണ ശിവാത്മജ സർവഭൂത രക്ഷാപരായണ ചരാചരഹേതുഭൂത അക്ഷയ്യമംഗള വരപ്രദചിത്പ്രബോധ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. വാഗീശവർണിത വിശിഷ്ടവാജോ വിലാസ യോഗീശയോഗകര യാഗഫലപ്രകാശ യോഗേശ യോഗി പരമാത്മഹിതോപദേശ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. യക്ഷേശ പൂജ്യനിധി സഞ്ജയ നിത്യപാല യക്ഷീശകാംക്ഷിത സുലക്ഷണലക്ഷ്യമൂല അക്ഷീണപുണ്യ നിജഭക്തജനാനുകൂല ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. സ്വാമിൻ പ്രഭാരമണ ചന്ദനലിപ്തദേഹ ചാമീകരാഭരണ ചാരുതുരംഗവാഹ ശ്രീമത്സുരാഭരണ ശാശ്വത സത്സമൂഹ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ആതാമ്രഹേമരുചിരഞ്ജിത മഞ്ജുഗാത്ര വേദാന്തവേദ്യ വിധിവർണിത വീര്യവേത്ര പാദാരവിന്ദ പരിപാവന ഭക്തമിത്ര ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം.
കരാവലംബം ബാലാമൃതാംശു പരിശോഭിതഭാലചിത്ര നീലാളിപാളിഘനകുന്തള ദിവ്യസൂത്ര ലീലാവിനോദ മൃഗയാപരസച്ചരിത്ര ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം ഭൂതിപ്രദായക ജഗത്പ്രഥിതപ്രതാപ ഭീതിപ്രമോചക വിശാലകലാകലാപ ബോധപ്രദീപ ഭവതാപഹരസ്വരൂപ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം വേതാളഭൂതപരിവാരവിനോദശീല പാതാളഭൂമി സുരലോകസുഖാനുകൂല നാദാന്തരംഗനദകൽപകധർമ്മപാല ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം ശാർദൂലദുഗ്ധഹര സർവഭുജാപഹാര ശാസ്ത്രാനുസാര പരസാത്വിക ഹൃദ്വിഹാര ശാസ്ത്രാസ്ത്രശക്തിധര മൗക്തികമുഗ്ധഹാര ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം ആദിത്യകോടിരുചിരഞ്ജിതവേദസാര ആധാരഭൂത ഭുവനൈകഹിതാവതാര ആധിപ്രമാധിപദ സാരസപാപദൂര ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം പഞ്ചാദ്രിവാസ പരമാദ്ഭുതഭാവനീയ പിഞ്ചാവതംസ മകുടോജ്വലപൂജനീയ വാഞ്ചാനുകൂല വരദായക സത്സഹായ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം ഹിംസാവിഹീന ശരണാഗത പാരിജാത സംസാരസാഗര സമുദ്ധരണൈകപോത ഹംസാദിസേവിത വിഭോ പരമാത്മബോധ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം കുംഭീന്ദ്ര കേസരി തുംഗമവാഹതുംഗ ഗംഭീര വീരമണികണ്ഠ വിമോഹനാംഗ കുംഭോദ്ഭവാദി വരതാപസചിത്തരംഗ
ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. സമ്പൂർണഭക്തവരസന്തതിദാനശീല സമ്പത്സുഖപ്രദസനാദനഗാനലോല സംഭൂരിതാഖില ചരാചരലോകപാല ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. വീരാസനസ്ഥിത വിചിത്രവനാധിവാസ നാരായണപ്രിയ നടേശ മനോവിലാസ വാരാശിപൂർണ കരുണാമൃതവാഗ്വിലാസ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ക്ഷിപ്രപ്രസാദക സുരാസുരസേവ്യപാദ വിപ്രാദിവന്ദിത വരപ്രദ സുപ്രസാദ വിഭ്രാജമാന മണികണ്ഠവിനോദഭൂത ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. കോടീരചാരുതര കോടിദിവാകരാഭ പാടീരപംഗ കളഭപ്രിയ പൂർണ്ണശോഭ വാടീവനാന്തര വിഹാരവിചിത്രരൂപ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ദുർവാര ദുഃഖഹര ദീനജനാനുകൂല ദുർവാസതാപസ വരാർച്ചിത പാദമൂല ദർവീകരേന്ദ്ര മണിഭൂഷണധർമ്മപാല ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. നൃത്താഭിരമ്യ നിഗമാഗമസാക്ഷിഭൂത ഭക്താനുഗമ്യ പരമാത്ഭുതഹൃത്പ്രബോധ സത്താപസാർച്ചിത സനാതനമോക്ഷഭൂത ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. കന്ദർപ്പകോടി കമനീയ കരാവതാര മന്ദാരകുന്ദ സുമവൃന്ദമനോജ്ഞഹാര മന്ദാകിനീ തടവിഹാര വിനോദപൂര ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. സത്കീർത്തനപ്രിയ സമസ്തസുരാധിനാഥ സത്കാരസാധു ഹൃദയാംബുജസന്നികേത സത്കീർത്തി സൗഖ്യവരദായക സത്കിരാത ശ്രീഭൂതനാഥ
മമ ദേഹി കരാവലംബം. ജ്ഞാനിപ്രഭൂചിത പദാംബുജഭൂതിഭൂഷ ദീനാനുകമ്പിത ദയാപരദിവ്യവേഷ ജ്ഞാനസ്വരൂപ വരചക്ഷുഷവേദഘോഷ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. നാദാന്തരംഗവരമംഗളനൃത്തരംഗ പാതാരവൃന്ദകുസുമായുധകോമളാംഗ മാതംഗകേസരി തുംഗമവാഹതുംഗ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ബ്രഹ്മസ്വരൂപ ഭവരോഗപുരാണവൈദ്യ ധർമാർത്ഥകാമവരമുക്തിദവേദവേദ്യ കർമാനുകൂല ഫലദായക ചിന്മയാദ്യ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. താപത്രയാപഹരതാപസഹൃദ്വിഹാര താപിഞ്ച ചാരുതര ഗാത്രകിരാതവീര ആപാതമസ്തക ലസന്മണിമുക്തഹാര ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ചിന്താമണിപ്രഥിതഭൂഷണഭൂഷിതാംഗ ദന്താവലേന്ദ്ര ഹരിവാഹനമോഹനാംഗ സന്താനദായക വിഭോ കരുണാന്തരംഗ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ആരണ്യവാസ വരതാപസബോധരൂപ കാരുണ്യസാഗര കലേശകലാകലാപ താരുണ്യതാമരസലോചന ലോകദീപ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ആപാദചാരുതര കാമസമാഭിരാമ ശോഭായമാന സുരസഞ്ജയ സാർവഭൗമ ശ്രീപാണ്ഡ്യപൂർവ സുകൃതാമൃതപൂർണധാമ ശ്രീഭൂതനാഥ മമ ദേഹി കരാവലംബം. ഇതി ശ്രീഭൂതനാഥ കരാവലംബസ്തോത്രം സമ്പൂർണം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഇനി ഈ
ശ്ലോകങ്ങളുടെ അർത്ഥം ഓരോന്നായിട്ട് നോക്കാം. അല്ലയോ ഓങ്കാരസ്വരൂപനും ശബരീക്ഷേത്രനിവാസനും ആയിട്ടുള്ള ഭഗവാനെ, കാൽപ്പനികവും മനോഹരവും രമണീയവുമായ ഈ പ്രപഞ്ചകലയുടെ വേദിയിൽ നടനം ചെയ്യുന്ന പ്രതാപശാലിയായ ഭഗവാനെ, ചൊവ്വാ നക്ഷത്രത്തിൻ്റെ ശോഭയോടുകൂടിയ ഭൂതങ്ങളുടെയൊക്കെ അധിപതിയായ അല്ലയോ ഭൂതനാഥനായിട്ടുള്ള ഭഗവാനെ, എൻ്റെ നേരെ അവിടുത്തെ സഹായഹസ്തം നീട്ടേണമേ. ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഭംഗിയുള്ള നക്ഷത്രങ്ങളുടെ ശോഭ തിളങ്ങുന്ന നഖകാന്തിയോട് കൂടിയവനും ചന്ദ്രബിംബം പോലെ പ്രശോഭിക്കുന്ന മുഖകാന്തിയുള്ളവനും നിർമ്മലമായ ചിത്തത്തോടു കൂടിയവനും അവിടുത്തെ കുഷിയിലാണെങ്കിൽ സർവചരാചരങ്ങളും വസിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള ഭൂതങ്ങളുടെ അധിപനായിട്ടുള്ള അല്ലയോ നാഥ, എനിക്ക് അവിടുത്തെ സഹായഹസ്തം നൽകി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ശ്ലോകം നോക്കാം. മന്ത്രങ്ങളാലും വേദങ്ങളാലും ശാസ്ത്രങ്ങളാലും യാതൊരുവനെയാണോ വർണ്ണിച്ചിരിക്കുന്നത്? പുഷ്കലയ്ക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്ന ആ ദേവൻ ആരാണോ? ദേവശത്രുക്കളുടെയൊക്കെ വൈരിയായിട്ടുള്ളവനും ഹൃദയപത്മത്തിൽ സുഖ ആസനത്തിൽ ഇരുന്ന് വിരാജിച്ചരുളുന്നവനുമായ അല്ലയോ ഭൂതനാഥ, അങ്ങ് എനിക്ക് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാലാമത്തെ ശ്ലോകം നോക്കാം. വിദ്വാൻമാരാൽ പരിപാലിക്കപ്പെടുന്ന മഹാദേവൻ്റെ പുത്രനായിട്ടുള്ള സർവഭൂതങ്ങളുടെയും രക്ഷ ചെയ്യുന്നതിൽ തൽപരനായിട്ടുള്ള സർവചരാചരങ്ങളുടെയും കാരണഭൂതനായിട്ടുള്ള അളവറ്റ മംഗളങ്ങൾ പ്രദാനം ചെയ്യുന്ന ചിത്തിനെ പ്രബോധിപ്പിക്കുന്ന, അതായത് ബുദ്ധിയെ ഉണർത്തുന്ന ഭൂതങ്ങളുടെ നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എൻ്റെ നേരെ അവിടുത്തെ സഹായഹസ്തം നീട്ടേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. വിശിഷ്ടങ്ങളായ വാഗ്ധോരണികളാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന അല്ലയോ യോഗീശ്വരനായിരിക്കുന്ന ഭഗവാനെ, യാഗങ്ങളുടെ ഫലം പ്രദാനം ചെയ്യുന്നവനും യോഗേശ്വരനും യോഗിയും ആയിരിക്കുന്ന സർവപ്രാണികളുടെയും ഹിതത്തിനായിക്കൊണ്ട് പരമമായ തത്വോപദേശം ചെയ്യുന്ന പരമാത്മാവായ ഭൂതങ്ങളുടെയൊക്കെ നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എനിക്ക് അവിടുന്ന് കരം തന്ന് അനുഗ്രഹിക്കണമേ. ഇനി അടുത്ത ആറാമത്തെ ശ്ലോകം നോക്കാം. ആരാണോ യക്ഷേശനായ കുബേരനാൽ പൂജിക്കപ്പെടുന്നവനും അദ്ദേഹത്തിൻ്റെ നിധിസഞ്ചയത്തെ നിത്യവും പാലിക്കുന്നവനും യക്ഷീശയായിട്ടുള്ള സുന്ദരികളാൽ കാംക്ഷിക്കപ്പെടുന്നവനും തൻ്റെ ഭക്തർക്ക് അനുകൂലനായിരിക്കുന്നവനും അക്ഷീണമായിട്ടുള്ള നശിക്കാത്ത പുണ്യത്തെ പ്രദാനം ചെയ്യുന്നവനുമായിട്ടുള്ള ഭൂതനാഥനായ അല്ലയോ ഭഗവാനെ, എനിക്ക് അവിടുന്ന് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം. രമണീയമായിട്ടുള്ള ചന്ദനം കൊണ്ട് ദേഹം അലങ്കാരം ചെയ്തിരിക്കുന്നവനും സ്വർണ്ണാഭരണങ്ങളാൽ ശോഭിക്കുന്നവനും കുതിരയെ വാഹനമാക്കിയിട്ടുള്ളവനും ദേവസമൂഹത്താൽ നിത്യവും സേവിക്കപ്പെടുന്നവനും ഭൂതങ്ങളുടെ ഒക്കെ നാഥനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, സ്വാമി, അവിടുന്ന് എനിക്ക് കരാവലംബം തന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അല്ലയോ ഭൂതനാഥനായ ഭഗവാനെ, വേദാന്ത വേദ്യങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാദിദേവകളാൽ സ്തുതിക്കപ്പെട്ടിരിക്കുന്ന വീര്യപരാക്രമശാലിയായിട്ടുള്ള ഭഗവാനെ, പരിശുദ്ധമായ ഭക്തിയോടുകൂടി അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്ന ഭക്തരുടെ പ്രിയ സുഹൃത്തും സ്വർണത്തിൻ്റെ കാന്തി തിളങ്ങുന്ന
മഞ്ജുളമായ ദേഹകാന്തിയോട് കൂടിയവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എൻ്റെ നേരെ അവിടുത്തെ സഹായഹസ്തം നീട്ടേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. സുന്ദരമായ നെറ്റിത്തടത്തിൽ ബാലചന്ദ്രനാൽ പരിശോഭിക്കുന്നവനും ഇടതൂർന്ന കറുത്ത നിറമുള്ള കേശാലങ്കാരത്തോടു കൂടിയുള്ളവനും ദിവ്യമായ സൂത്രത്താൽ പ്രശോഭിക്കുന്നവനും യാതൊരുവൻ്റെ മൃഗയാവിനോദമായിട്ടുള്ള ലീലകളെയാണോ സച്ചരിത്രങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നതും അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്നതും അങ്ങനെയെല്ലാമുള്ള ഭൂതനാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. സർവ വിഭൂതികളും നൽകി അനുഗ്രഹിക്കുന്നവനും സർവഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവനും വിശാലമായ കലകളോട് കൂടിയവനും സംസാര ദുഃഖത്തെ അകറ്റുന്ന പരമമായ ജ്ഞാനസ്വരൂപത്തോടുകൂടി പ്രകാശിക്കുന്ന അല്ലയോ ഭൂതങ്ങളുടെയൊക്കെ നാഥനായ ഭഗവാനെ, എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം. വേതാളങ്ങളുടെയും ഭൂതങ്ങളുടെയും സഹവാസം ആസ്വദിക്കുന്നവനും സ്വർഗം, ഭൂമി, പാതാളം എന്നീ ത്രിഭുവനങ്ങളെയും പരിപാലിക്കുന്നവനും തൻ്റെ ഭക്തർക്ക് സർവ്വ അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന കൽപ്പവൃക്ഷമായിട്ടുള്ളവനും ധർമ്മത്തെ പരിപാലിക്കുന്നവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായ അല്ലയോ ഭഗവാനെ, എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ശാസ്ത്രാനുസാരികളായ പരമസാത്വികന്മാരായിട്ടുള്ള മഹത്തുക്കളുടെ ഹൃദയപത്മത്തിൽ വസിക്കുന്നവനും ശക്തിമത്തായ ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നവനും മനോഹരങ്ങളായ രത്നമാലകൾ ധരിച്ചിരിക്കുന്നവനും പുലി, കടുവ, സിംഹം മുതലായ വന്യമൃഗങ്ങളെ അമർച്ച ചെയ്യുന്നവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായ അല്ലയോ ഭഗവാനെ, എനിക്ക് കരം തന്ന് അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. കോടിസൂര്യപ്രഭ ചൊരിയുന്നവനും വേദങ്ങളുടെ സാരാംശമായിട്ടുള്ളവനും സർവഭൂതങ്ങൾക്കും ആധാരമായിട്ടുള്ളവനും ലോകത്തിൻ്റെ ഹിതത്തിനു വേണ്ടി അവതാരലീല ചെയ്തവനും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായിട്ടുള്ള ഭഗവാനെ, എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 5 ഗിരിശൃംഗങ്ങളിൽ വസിക്കുന്നവനും ചന്ദ്രൻ്റെ ശോഭ പൊഴിക്കുന്ന കിരീടം ധരിച്ചിരിക്കുന്നവനും സർവരാലും പൂജിക്കപ്പെടുന്നവനും സജ്ജനങ്ങളായ ഭക്തന്മാർക്ക് അഭീഷ്ടവരദാനങ്ങൾ നൽകുന്നവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായ അല്ലയോ ഭഗവാനെ, എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം. ശരണാഗതരായ ഭക്തന്മാർക്ക് ഈ സംസാരസാഗരത്തെ കടക്കാൻ ഉപകരിക്കുന്ന ഒരു തോണി പോലെയും പരമഹംസന്മാരായ മഹത്തുക്കളാൽ സേവിക്കപ്പെടുന്നവനും പരമാത്മസ്വരൂപനുമായ അല്ലയോ ഭഗവാനെ, ഈശ്വര സാക്ഷാത്കാരത്തിനായി യത്നിക്കുന്ന എനിക്ക് അവിടുന്ന് കരം തന്ന് അനുഗ്രഹിക്കണമേ. ഇനി അടുത്ത ശ്ലോകം. കുംഭോദ്ഭവനായ അഗസ്ത്യ മുനിമാരെ പോലെയുള്ള മുനിമാരുടെ ഹൃദയകമലത്തിൽ വസിക്കുന്നവനും സിംഹം, കുതിര, ആനക്കുട്ടി മുതലായവയെ വാഹനമാക്കിയിട്ടുള്ളവനും ഗംഭീരനും വീരപരാക്രമിയുമായിട്ടുള്ള അല്ലയോ മണികണ്ഠ, അല്ലയോ ഭൂതങ്ങളുടെയൊക്കെ നാഥനായിട്ടുള്ള ഭഗവാനെ, എനിക്ക് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണമേ. തൻ്റെ ഭക്തർക്ക് സർവ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്ത് ഭക്തർക്ക് സന്തതി, സമ്പത്ത്, സുഖപ്രദമായ ജീവിതം സർവ്വതും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന സനാതനമായിട്ടുള്ള നവങ്ങളായിട്ടുള്ള ഗാനങ്ങളാൽ എന്നും വാഴ്ത്തപ്പെടുന്ന അഖില ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ഭൂതനാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം. ഭഗവാൻ നാരായണൻ്റെ പ്രിയപുത്രനും മഹാദേവൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുന്നവനും മഹാവനത്തിൽ വസിക്കുന്നവനും വീരന്മാരായ മഹത്തുക്കളുടെ സിംഹാസനത്തിൽ വിരാജിച്ചരുളുന്നവനും കാരുണ്യത്തിൻ്റെ അമൃത് പൊഴിക്കുന്ന വാഗ്വിലാസങ്ങളോട് കൂടിയവനും ഭൂതങ്ങളുടെ നാഥനുമായ അല്ലയോ ഭഗവാനെ, എനിക്ക് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. വളരെ വേഗം തന്നെ പ്രസാദിക്കുന്നവനും
ദേവന്മാരാലും അസുരന്മാരാലും സേവിതനായിരിക്കുന്നവനും ബ്രഹ്മജ്ഞാനികളായ മഹാബ്രാഹ്മണരാൽ വന്ദിതനായിരിക്കുന്നവനും അവർക്ക് അഭീഷ്ടവരങ്ങളെ പ്രദാനം ചെയ്യുന്നവനും എപ്പോഴും സർവ്വഭൂതങ്ങളിലും നല്ലതുപോലെ പ്രസാദിച്ചിരിക്കുന്നവനായും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായിട്ടുള്ള അല്ലയോ മണികണ്ഠ ഭഗവാനെ എനിക്ക് കരാവലംബം നൽകി അനുഗ്രഹിച്ചാലും. അടുത്ത ശ്ലോകം. കോടി ദിവാകര ശോഭയോടു കൂടിയവനും അതിമനോഹരമായ കിരീടം ധരിച്ചിരിക്കുന്നവനും ചന്ദനം കളഭം മുതലായതുകളെ ഇഷ്ടപ്പെടുന്നവനും വനാന്തരങ്ങളിൽ വിഹാരം ചെയ്യുന്നവനും പരിപൂർണ ശോഭയോടുകൂടിയവനും ഭൂതങ്ങളുടെ നാഥനുമായ അല്ലയോ ഭഗവാനെ എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. ദീനജനങ്ങളുടെ ബന്ധുവായ താങ്ങാനാവാത്ത സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന ദുർവാസാവ് മഹർഷിയുടെ തപസ്സിനാൽ പൂജിക്കപ്പെട്ടവനും പന്തളത്ത് മഹാരാജാവിൻ്റെ രാജധാനി അലങ്കരിച്ചവനും മണിഭൂഷണനും ഭൂതങ്ങളുടെ നാഥനുമായ അല്ലയോ ഭഗവാനെ എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സർവഭൂതങ്ങളുടെയും സാക്ഷിരൂപേണ വർത്തിക്കുന്ന ഭക്തന്മാരെ അനുഗമിക്കുന്ന താപസശ്രേഷ്ഠന്മാരാൽ അർച്ചിക്കപ്പെടുന്ന അവരുടെ ഹൃദയപത്മത്തിൽ പ്രകാശിക്കുന്ന ശാശ്വതമായിട്ടുള്ള മോക്ഷത്തിന് കാരണവും ആയിരിക്കുന്ന ഭൂതങ്ങളുടെയൊക്കെ നാഥനായ അല്ലയോ ഭഗവാനെ എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. മനോഹരങ്ങളായ മന്ദാരം, മുല്ലപ്പൂ, മറ്റ് പൂക്കളും കൊണ്ട് ഒരുക്കിയിരിക്കുന്ന മാലകളാൽ ശോഭിക്കുന്നവനും മനോഹരമായ ഗംഗാതീരത്ത് വിരഹിക്കുന്നതിൽ വിനോദത്തോടു കൂടിയവനും ആരുടെയും ഹൃദയം കവരുന്നവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ എനിക്ക് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. സത്കീർത്തനങ്ങളാൽ സന്തുഷ്ടനായവനും സർവ്വദേവന്മാരുടെയും നാഥനും നല്ലവരായ സാധുക്കളുടെ ഹൃദയകമലത്തിൽ വസിക്കുന്നവനും സത്കീർത്തിയും സൗഖ്യവും വരങ്ങളായി നൽകുന്നവനും ഭൂതങ്ങളുടെയൊക്കെ നാഥനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടുന്ന് എനിക്ക് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം 25-ാമത്തെ ശ്ലോകമാണ്. വേദങ്ങളാൽ ഘോഷിക്കപ്പെടുന്നവനും ജ്ഞാനസ്വരൂപനും ദീനന്മാരോട് അത്യധികം കരുണയുള്ളവനും ജ്ഞാനികളാൽ പൂജിക്കപ്പെടുന്നവനും ഭസ്മം ധരിച്ചിരിക്കുന്നവനും കരുണാമയനായ നയനത്തോടു കൂടിയവനുമായ അല്ലയോ ഭൂതനാഥ എനിക്ക് കരാവലംബം നൽകി അനുഗ്രഹിച്ചാലും. അടുത്ത ശ്ലോകം. ആന, സിംഹം, കടുവ, പുലി, കുതിര മുതലായവയെ വാഹനമാക്കിയിട്ടുള്ളവനും അന്തരംഗത്തിലെ നൃത്തത്തിൽ നിപുണനും ഭൂതനാഥനുമായ ഭഗവാനെ കുസുമസമാനമായ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്ന എനിക്ക് കരാവലംബം നൽകി അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകം. ബ്രഹ്മസ്വരൂപനും സംസാരദുഃഖമാകുന്ന രോഗത്തിന് അതിപുരാതനമായ വൈദ്യനും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ വരമായി നൽകുന്നവനും വേദവേദ്യനും കർമ്മങ്ങളുടെ ഫലത്തെ പ്രദാനം ചെയ്യുന്നവനും ചിന്മയനും നമ്മുടെ കർത്തവ്യങ്ങൾ നല്ലവണ്ണം നിറവേറ്റാൻ അനുഗ്രഹം ചെയ്യുന്നവനും ഭൂതങ്ങളുടെ എല്ലാം നാഥനുമായ ഭഗവാനെ എനിക്ക് സഹായഹസ്തമായി ഭവിക്കണമേ. അടുത്ത ശ്ലോകം. താപത്രയങ്ങളുടെ ഹാരകൻ. താപത്രയം ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്നീ 3 വിധം ദുഃഖങ്ങളെ ഹനിക്കുന്നവനും താപസന്മാരുടെ ഹൃദയപത്മത്തിൽ വിഹരിക്കുന്നവനും അതിമനോഹരമായ ദേഹകാന്തിയോടുകൂടിയവനും തൃപ്പാദം മുതൽ മസ്തകം വരെ, അതായത് പാദാതികേശം ധരിച്ചിരിക്കുന്ന രത്നമണിമാലയുടെ ശോഭയാൽ പ്രശോഭിക്കുന്നവനും ഭൂതനാഥനുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അവിടുന്ന് എനിക്ക് കരം തന്ന് സഹായിക്കണമേ. അടുത്ത ശ്ലോകം.
ചിന്തിക്കുന്നതൊക്കെ നൽകുന്ന ചിന്താമണി രത്നം പോലെയുള്ളവനും, ആന അല്ലെങ്കിൽ സിംഹത്തെ വാഹനമാക്കിയിട്ടുള്ളവനും, സകല സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും മാത്രമല്ല സന്താന സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നവനുമായിട്ടുള്ള കരുണാമയനായിട്ടുള്ള അല്ലയോ ഭൂതനാഥ, അവിടുന്ന് എനിക്ക് കൈത്താങ്ങായി വർത്തിക്കണമേ. അടുത്ത ശ്ലോകം. അല്ലയോ ഭൂതനാഥനായിട്ടുള്ള ഭഗവാനെ, കാനനത്തിൽ വസിക്കുന്ന താപസവൃന്ദന്മാരാൽ അവരുടെ ബോധസ്വരൂപനായിട്ടിരിക്കുന്ന കാരുണ്യത്തിൻ്റെ കടലായിട്ടുള്ള കലകളുടെയെല്ലാം നാഥനായിട്ടുള്ള സുന്ദരമായ താമരമൊട്ടുപോലെയുള്ള നയനങ്ങളോടുകൂടിയവനായ ഈ വിശ്വമൊന്നാകെ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസ്വരൂപനായിട്ടുള്ള അല്ലയോ ഭൂതനാഥ, അവിടുന്ന് എനിക്ക് കരം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം. ആപാദചൂഡം കാമസമാഭിരാമനായിട്ടുള്ള അത്യന്തം ശോഭയോടുകൂടിയവനും സമസ്ത ദേവന്മാരുടെയും നാഥനും സാർവഭൗമപദം അലങ്കരിക്കുന്ന, അതായത് ചക്രവർത്തി പദം അലങ്കരിക്കുന്നവനും സാർവഭൗമനും പൂർവന്മാരായിട്ടുള്ള പാണ്ഡ്യവംശത്തിൻ്റെ സുഹൃതവും അല്ലെങ്കിൽ പാണ്ഡ്യവംശത്തിൻ്റെ സൽപ്രവൃത്തികളുടെ സൽഫലവും പരിപൂർണമായിട്ടുള്ള ധാമവും, അതായത് ലക്ഷ്യസ്ഥാനവും ആയിട്ടുള്ള സർവഭൂതങ്ങളുടെയും നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, സർവാത്മന അങ്ങയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് സഹായഹസ്തം നൽകി അല്ലെങ്കിൽ കൈത്താങ്ങായി അല്ലെങ്കിൽ കരാവലംബമായി അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രം സമാപിക്കുന്നു. സർവ്വ അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് കലിയുഗവരദനായിട്ടുള്ള ശ്രീധർമ്മശാസ്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹ ആശീസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഓം സ്വാമിയേ ശരണമയ്യപ്പ.